പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീതരതിജങ്കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം കൃതി ഭാവയാമി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ഭക്തിയോഗത്തെക്കുറിച്ചിട്ടാണ് ഉദ്ധവന് ഉപദേശം കൊടുത്തത്. ഈ ഭക്തിയോഗത്തെ വേറൊരു അധ്യായത്തിൽ, ഈ വരാൻ പോകുന്ന അധ്യായത്തിൻ്റെ അടുത്ത അധ്യായത്തിൽ വീണ്ടും ഒന്നും കൂടി പറഞ്ഞിട്ടാണ് വേറെ വിഷയത്തിലേക്ക് കിടക്കുക. അപ്പം അതിൻ്റെ ഇടയിൽ വേറൊരു വിഷയം കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. സത്വം രജത്തമ ഇതി ഗുണാബുദ്ധേർണ ജാത്മന. ഈ ജീവജാലങ്ങളെ ശരിക്കും പറയാച്ചാൽ നയിക്കുന്നത് ഗുണങ്ങളാണ്. ഗുണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് സാത്വിക രാജസ താമസ ഗുണങ്ങൾ. ശരിക്കും ദോഷങ്ങളാണ്, ഗുണങ്ങളല്ല. ഗുണം എന്നുള്ള വാക്കിന് നന്മ എന്നർത്ഥമില്ല. പറയുമ്പോൾ ഗുണവും ദോഷവും എന്ന് പറയുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലും ഇവിടെ ഗുണം എന്ന് പറയുമ്പോൾ ശരിക്കും വരച്ച് ദോഷം എന്നുള്ള അർത്ഥത്തിൽ എടുക്കണം. ഈ സാത്വിക രാജസ താമസ ഭാവങ്ങൾ ആത്മീയത്തിൽ പ്രധാന വിഷയമാണ്. ഗീതയിൽ ഗുണത്രയ വിഭാഗ യോഗം. സാത്വികമായിട്ടുള്ള ആഹാരം എങ്ങനെയാണ്, സാത്വികമായിട്ടുള്ള വാസസ്ഥാനം ഏത്, സാത്വികമായിട്ടുള്ള വാക്ക് എന്ത്, ഇങ്ങനെ മനസ്സിൻ്റെ സാത്വികത്വം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് വേറെ 25-ാമത്തെ അധ്യായത്തിൽ വിസ്തരിച്ച് വരുന്നുണ്ട്. ഇവിടെ ചുരുക്കിയിട്ട് വേറൊരു ഉദ്ദേശം വെച്ചിട്ടാണ് അത് പറയണത്. ഗുണങ്ങളുടെ വിഭാഗം ഇനി വേറെ വരുന്നുണ്ട്. ഈ സാത്വികവും രാജസവും താമസവും ഗുണങ്ങളിൽ നിൽക്കുന്നവരാണ് ജീവജാലങ്ങൾ. വിശേഷവൃത്തി ഇല്ലാത്തവ അധികവും താമസ ഗുണക്കാരാണ്. മൃഗങ്ങളാണെങ്കിലും വേറൊന്നും അറിവില്ല, അജ്ഞാനമാണ് താമസ ഗുണത്തിൻ്റെ പ്രത്യേകത. അത് മനുഷ്യരിലും ഉണ്ടാവും. പക്ഷെ മനുഷ്യരിൽ സാത്വികം ഉണ്ടാവും, രാജസവും ഉണ്ടാവും, താമസവും ഉണ്ടാവും, മൂന്നും ഉണ്ടാവും. മൂന്നും കൂടി കലർന്നിട്ടാവാം. അതിൻ്റെ ഏതെങ്കിലും ആധിക്യം ഉണ്ടാവും. സത്വഗുണം കൂടി അവനെ നമ്മൾ സാത്വികൻ എന്ന് പൊതുവേ പറയണു. പക്ഷെ കുറച്ച് രജോ ഗുണം ഗുണം ഉണ്ടാവും. കൂടുതൽ സാത്വികമായാൽ അവൻ സാത്വികൻ. ബാക്കി 2 കുറഞ്ഞ രാജസം കൂടിയാൽ അവൻ രാജസൻ. രാഗദ്വേഷങ്ങൾ കുറച്ച് കൂടുക, ഭക്ഷണാദികളിലൊക്കെ എരി പുളി ഒക്കെ വേണം തോന്നുക, അങ്ങനെയൊക്കെ ഈ ലോകകാര്യങ്ങൾക്ക് ശ്രദ്ധ വരുമ്പോൾ അത് രാജസാണ്. തമസ് എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ ശ്രദ്ധയുണ്ടാവുക, സദാ ഉറങ്ങുക. താമസഗുണമുള്ളവർ ഉറങ്ങും, ഉറക്കം താമസഗുണത്തെയും കൂട്ടും. ഇത് അന്യോന്യമാണ്. എന്താ വെച്ചാൽ ഈ ഭൂമിക്ക് ഹൊറിസോണ്ടലായിട്ട് ഉള്ള ജീവികൾക്ക് പൊതുവേ ബുദ്ധി കുറവാണ്. നോക്കിയിട്ടുണ്ടോ? നാൽക്കാലികളൊക്കെ ഹൊറിസോണ്ടലാണ്. അപ്പോൾ എത്രത്തോളം നമ്മൾ കിടക്കണോ അത്രത്തോളം ബുദ്ധിമാന്യം ഉണ്ടാവും എന്നാണ്. രാത്രി ബാധകമല്ല കേട്ടോ. രാത്രി ഉറങ്ങണം, ഉറങ്ങിയില്ലെങ്കിലാണ് കുഴപ്പം. പകലത്തെ കാര്യമാണ് ഈ പറയണത്. സൂര്യപ്രകാശം ഉള്ള സമയത്ത് നമ്മൾ അധികം കിടന്നു ഉറങ്ങരുത്. കുറയ്ക്കുക, കഴിയുന്നത്ര ലേശം നേരമൊക്കെ ആക്കുക ഉച്ചയ്ക്ക്. എന്നല്ലാണ്ട് സദാ അധികം കിടന്നുറങ്ങിയാൽ നമ്മുടെ ബുദ്ധി കെടും. അപ്പോൾ താമസ ഗുണം ഉണ്ടാവും. എങ്ങനെയാണ്? കിടന്നാൽ ഉണ്ടാവും. കിടക്കുന്നത് എന്തുകൊണ്ടാണ്? താമസ ബുദ്ധി കൊണ്ടാണ്. അതൊരു നല്ല പ്രവണതയല്ല. കുറച്ചൊക്കെ ആവാവൂ. അപ്പോൾ ഈ 3 ഗുണങ്ങൾ നമ്മൾ ക്രമേണ സാത്വികത്തിൽ വളർത്താൻ ശ്രമിക്കണം എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. സത്വേനാ അന്യതമോ ഹന്യാത്. രജോ ഗുണത്തിനെ കുറേശ്ശെ കുറയ്ക്കുക, തമോ ഗുണത്തിനെ കുറേ കുറയ്ക്കുക, സത്വഗുണത്തെ വളർത്തുക. സത്വധർമ്മോ ഭവേത് വൃദ്ധാത് പുംസോ മദ്ഭക്തി ലക്ഷണ. ഈശ്വരാരാധനം അല്ലെങ്കിൽ എന്നെ ഭജിക്കണം എന്ന് ജീവന്മാർക്ക് തോന്നണത് സാത്വിക ഗുണം കൊണ്ടാണ്. ആ സാത്വിക ഗുണം തീർച്ചയായിട്ടും ഭക്തിയെ വർദ്ധിപ്പിക്കും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് സാത്വിക ഗുണം ഉണ്ടാവുക? ഇവിടെ പ്രധാനമായിട്ട് സാത്വിക ഗുണമാണ് വേണ്ടത്. ഇവിടെ വംശത്തിലുള്ള ജനനം ഒരു വിഷയമല്ല എന്ന് ഈ അധ്യായത്തിൽ പറയുന്നു. ആഗമോപ പ്രജാദേശ കാലകർമ്മജ ജന്മച ധ്യാനം മന്ത്രോധ സംസ്കാരോ ദശൈതേ ഗുണഹേതവ. സാത്വികന്മാരാണ് ഉദ്ധവ ശ്രേഷ്ഠർ, സംശയമൊന്നുമില്ല. ആ സാത്വിക ഗുണം 10 സംഗതികളെ കൊണ്ടുണ്ടാവും. ആഗമോ വേദപഠനം, ശാസ്ത്രാഭ്യസനം മൊത്തത്തിൽ പറയുന്നതാണ് ആഗമ. ആപ
എന്ന് പറഞ്ഞാൽ വെള്ളം, ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ കുളിക്കുന്നത് കൊണ്ട് സാത്വികഗുണം ഉണ്ടാവും. ഇതിനാണ് ഗംഗാസ്നാനം, തീർത്ഥസ്നാനം, നല്ല നല്ല പുണ്യനദികളിലൊക്കെ സ്നാനം ചെയ്യണത്. വെള്ളം ദിവസേന കുളിക്കണതും അതിൽ ബാധകമാണ്. കുളിച്ചാൽ സത്വഗുണം ഉണ്ടാവും ഇല്ലേ, അല്ലെങ്കിൽ തമോ ഗുണം ഉണ്ടാവുക. ആ ഉറക്കമൊക്കെ ഉണ്ട് പോയതൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് പോകാമെന്ന് പറയും. അപ്പോൾ വെള്ളം സാത്വികഗുണം. പ്രജ, അവിടെ ഉദ്ദേശിക്കുന്നത് പ്രജ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രാജ്യത്തെ പ്രജ എന്നാവാം, ജന്മം ആയിട്ടും പറയാം. ജന്മം ഇനി വേറെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രജ എന്നൊക്കെ പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് നിശ്ചയില്ല. അപ്പോൾ അത് ജനനമല്ല, അത് വരുന്നുണ്ട്. ഏതെങ്കിലും രാജ്യത്തെ പ്രജ എന്നാവാം, ഭാരതത്തിലുള്ള ജനനം അതുണ്ട്. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ജനിച്ച ഒരാൾക്ക് നമ്മുടെ സംഹിതകളിലുള്ള ഉയർച്ച അത്ര വേഗം ഉണ്ടാവുമോ? അപ്പോൾ ഒക്കെ ഉണ്ടാവുന്നുണ്ട്, പലരും മനസ്സിലാക്കിയിട്ട് വരുന്നുണ്ട്. പക്ഷേ അത് കുറവായിരിക്കും. ഭാരതീയൻ എന്ന് പറയുമ്പോൾ അതിനൊരു അഭിമാനം തീർച്ചയായിട്ടുണ്ട്. അതാവാം പ്രജ. പിന്നെ അപ്പോൾ ദേശവും പറയുന്നുണ്ട്. അതിപ്പോൾ ഭാരതത്തിൽ തന്നെ എല്ലാ സ്ഥലവും ഒരുപോലെ അല്ല. ഗുർജരേ ജീർണതാംഗത എന്ന് പറയണു. ഗുജറാത്തിൽ ഭക്തി ഇത്തിരി കുറയും, കർണാടകത്തിലും തമിഴ്നാട്ടിലും ഇവിടെയൊക്കെ കുറച്ച് കൂടും. അതുണ്ടായി. കാരണം ഗുജറാത്തിൽ പോയപ്പോൾ അവിടെ ഒരു ശ്രദ്ധയും ഇതിലൊന്നുമില്ല. ഊണ് കഴിക്കാനൊരു 400 ആളുണ്ടാവും. ഉച്ചയ്ക്ക് ചേട്ടൻ 2-3 ആളേ ഉള്ളൂ. അപ്പോൾ പല സ്ഥലത്തും ഇവിടെയൊക്കെ അങ്ങനെ ആയില്ലേ. അപ്പോൾ അത് നോക്കിയിട്ട് ചിലപ്പോൾ ആർക്കും ഭക്തിയില്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ അവിടെ നിന്ന് ഇതിന് വലിയൊരു ഇതൊന്നുമില്ല. ഗുജറാത്തിൽ ഭക്തി ഉണ്ടാവില്ല എന്ന് മഹാത്മ്യത്തിൽ തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട്. കർണാടകത്തിലൊക്കെ കുറച്ച് നന്നാവും. ഗുജറാത്തിലാവുമ്പോഴേക്ക് ശോച്യാവസ്ഥയായി ഭക്തി. അപ്പോൾ അതാണ് ഇവിടെ എന്ത് പറഞ്ഞത്, ഓരോ ദേശത്തിനനുസരിച്ചിട്ട് കൂടലും കുറയലും ഉണ്ടാവും. കലിയുഗത്തിൽ പൊതുവേ കുറയും. ശരിയാണല്ലോ. ആർക്കെങ്കിലും ഭക്തി ഉണ്ടോ? അപ്പോൾ സദ്യ കേമാക്കണം എന്നല്ലാണ്ട് ഭാഗവതം കേൾക്കണം എന്ന് ആർക്കും ഇല്ല. കാലം സത്യയുഗത്തിലോ അല്ലെങ്കിൽ കൃതയുഗത്തിലോ അങ്ങനെയല്ല. ഇനി നമ്മൾ ചെയ്യുന്ന കർമ്മം അതും ഈശ്വരഭാവത്തിലേക്ക് നമ്മളെ ആക്കും ചെയ്യാം, ആക്കാണ്ടിരിക്കുകയും ചെയ്യാം. എപ്പോഴും വെട്ടി കഷ്ണാക്കിക്കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ, ഇറച്ചി വെട്ടുകാരന് അത്രയ്ക്ക് തന്നെ ഈശ്വരകാര്യത്തിൽ ശ്രദ്ധ വരുള്ളൂ. അവരെ നമ്മൾ നിന്ദിക്കുകയല്ല. കാരണം അവരുടെ തൊഴിൽ ചെയ്യണേ ഉള്ളൂ. ഭക്തി ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ടത് ചെയ്താൽ കുഴപ്പമില്ല എന്നും പറയുന്നുണ്ട് മഹാഭാരതത്തിൽ. ഈ വ്യാധഗീത എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. ഇത് ഹിംസയല്ലേ എന്ന് ആരോ ചോദിച്ചു അത്രേ. അപ്പം അതിന് മറുപടി പറയുകയാണ്, ഞാനതിൽ നിസ്സംഗമായിട്ട് ചെയ്യേണ്ടത് ഹിംസയല്ല. ശരിയാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ എങ്കിലും അത്തരം പ്രവൃത്തികൾ എന്തായാലും നമ്മുടെ മനസ്സിനെ ബാധിക്കും എന്ന് പൊതുവേ ഇവിടെ പറഞ്ഞു. പിന്നെ ബ്രാഹ്മണ ജന്മം ഇന്ന രീതിയിലുള്ള നമ്മൾ സാമുദായികമായിട്ട് പറയുന്ന ബ്രാഹ്മണൻ എപ്പോഴും ശ്രേഷ്ഠനാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ആരാണ് ബ്രാഹ്മണൻ? ജനിച്ചതുകൊണ്ടല്ല. സമുദായത്തിലോ നമ്പൂതിരിയായിട്ടോ ഭട്ടേരിയായിട്ടോ ജനിച്ചതുകൊണ്ട് അയാൾ ബ്രാഹ്മണനാവണം എന്നില്ല, ആയിക്കൂടാന്നുമില്ല. അത് നിശ്ചയിക്കുന്നത് അവൻ്റെ പ്രവൃത്തിയാണ്. അപ്പം അതിലല്ല ജനിച്ചത് എന്നുള്ളത് കൊണ്ട് ഒരാൾ ബ്രാഹ്മണനല്ല എന്ന് പറയാനും പറ്റില്ല. അവൻ്റെ പ്രവൃത്തി ശരിയാണെങ്കിൽ അവനാണ് ബ്രാഹ്മണൻ. ഏതൊരാൾ വേദം കൈകാര്യം ചെയ്യുന്നു അവൻ ബ്രാഹ്മണൻ. അല്ലാണ്ട് ബ്രാഹ്മണർക്കേ കൈകാര്യം ചെയ്യാവൂ. സാമുദായികത എന്നൊരു സംഗതി ബ്രാഹ്മണ്യത്തിൽ ഇല്ല. ഇപ്പം ജന്മ കൊണ്ടല്ല, ഒരു കാര്യം മാത്രമാണ് ജന്മം. ഈ 10 കാര്യത്തിൽ ഒന്നാണ് ജന്മം. ഒന്ന് ചിന്തിക്കുക, ജന്മം നല്ലൊരു നമ്പൂതിരി സമുദായത്തിലായി, ബാക്കി ഈ പറഞ്ഞ 9 ഇല്ലെങ്കിൽ അയാളെ നമുക്ക് ബ്രാഹ്മണൻ എന്ന് പറയാൻ പറ്റുമോ? കാരണം വെച്ചാൽ ഏതോ വംശത്തിൽ ജനിച്ചു, ഈ 9 ഉണ്ടെങ്കിൽ അയാൾ ബ്രാഹ്മണനാണെന്നാണ് പറയുന്നത്. 9 ഉണ്ടെങ്കിൽ. ഇപ്പം ജന്മ ഏവശ. പിന്നെ ധ്യാനം, മന്ത്രോധ സംസ്കാരോ. ഈശ്വരനെ കഴിയുമ്പോൾ ധ്യാനിക്കുക. അതിലും വലിയ ശുദ്ധി ഏതാ ഉള്ളത്? ധ്യാനം, മന്ത്രം. ഏതെങ്കിലും ഗുരുവിൽ നിന്ന് മന്ത്രോപാസന ചെയ്യുന്നവൻ, രാമമന്ത്രോ നാരായണ മന്ത്രോ ഏതോ ആയിക്കോട്ടെ, ഉരുവിടുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ചൈതന്യം. സംസ്കാരോ, നമ്മളിൽ ഉണ്ടാകുന്ന സംസ്കാരത്തിൻ്റെ അവസ്ഥ പൂർവ്വജന്മത്തിനനുസരിച്ചിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ സ്വഭാവം എന്ന് പറയാം സംസ്കാരത്തിന്. ദശൈതേ ഗുണഹേതവ. ഈ 10 ഒരാളുടെ ബ്രാഹ്മണ്യം നിശ്ചയിക്കുന്നത്. ജന്മം മാത്രമല്ല. ഇപ്പം സത്വഗുണം എവിടെയുണ്ടോ അയാൾ ബ്രാഹ്മണൻ എന്ന് പൊതുവേ പറയാം. സാത്വിക ഗുണം ഉണ്ടാവണതോ ഈ വക കാര്യങ്ങളെ കൊണ്ട് ആണ്. അതുകൊണ്ട് സത്വഗുണത്തെ സദാ പോഷിപ്പിക്കുന്നത് നല്ലത് തന്നെയാണ്. ആ സത്വഗുണം വളരുന്നതോട് കൂടിയിട്ട് രജോ ഗുണം തമോ ഗുണം കുറയും.
മൂന്നും കൂടി ഒരേപോലെ വരില്ല എന്നാണ്. ഒന്ന് കൂടിയാൽ മറ്റേ രണ്ടും കുറയും. അപ്പോൾ ഉദ്ധവൻ ചോദിക്കുകയാണ്, ഈ സത്വഗുണം സാധാരണ നിലയിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ സത്വം മാത്രം ഇതായാൽ പോരെ? ആ സത്വഗുണം കൊണ്ട് നമുക്കെല്ലാം ആവും എന്നാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഈ ഭക്തി, ജ്ഞാനം, അറിവ്, മറ്റു കാര്യങ്ങൾ, പുരാണ ശ്രവണം, കീർത്തനം ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ വേണ്ട എന്നാണോ? സത്വഗുണം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ഒന്നും കൂടി അങ്ങോട്ട് വ്യക്തമാക്കാൻ പറയുകയാണ് ഉദ്ധവൻ ഭഗവാനോട്. ഭഗവാൻ പറഞ്ഞു, ഉദ്ധവ, സത്വഗുണം എന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല എന്നാണ്. അത് ഒരു ഘടകമാണ്, അത്രയേ ഉള്ളൂ. ഒരാളിപ്പോൾ സത്വഗുണം മാത്രമായി എന്നുള്ളത് കൊണ്ട് ആവില്ല. സത്വത്തിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, അതാണ് അവിടെ. അത് മാർഗം മാത്രമാണ്. പല കാര്യങ്ങൾ പറഞ്ഞ പോലെ സത്വം മാർഗമാണ്, ലക്ഷ്യമല്ല. ഉദാഹരണം, നമുക്കിഷ്ടമില്ലാത്ത ഒരു ഭക്ഷണം വിളമ്പി അത് എരിയോ പുളിയോ വർദ്ധിപ്പിക്കുക, അവിടെ ദേഷ്യപ്പെട്ടാലോ? ഈ സത്വഗുണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ അയാൾ രജോ ഗുണിയായി ഇല്ലേ? ആരത് വിളമ്പാൻ പറഞ്ഞാൽ ഞാൻ അത് കഴിക്കില്ല എന്നറിയില്ലേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടാൽ അയാൾ എന്തിനു വേണ്ടിയിട്ടാണ് ദേഷ്യപ്പെട്ട? സത്വഗുണിയാണ് എന്നുള്ള നിലയ്ക്ക് അത് പോയില്ലേ? അപ്പോൾ അവിടെ എന്ത് മറന്നു? ലക്ഷ്യം മറന്നു. മാർഗത്തിൽ ഓവർ പ്രാധാന്യം കൊടുത്തു. അത് പാടില്ല. ഇഷ്ടമല്ല വെച്ചാൽ അത് കഴിക്കാതെ അങ്ങോട്ട് നീക്കി വയ്ക്കുക. നാളെ ഇത് വേണ്ട കേട്ടോ എന്ന് പറയുക. അങ്ങനെയല്ലേ വേണ്ടത്? അത്രയും പാടൂ. നാളെ അത് വേണ്ട എന്നിപ്പോൾ കാര്യമില്ല, പോട്ടെ. അപ്പോൾ അല്ലാതെ കണ്ടാകുമ്പോൾ സത്വത്തിന് പ്രാധാന്യം കൂടുതൽ കൊടുത്താൽ അത് തന്നെ രജോ ഗുണത്തിനും തമോ ഗുണത്തിനും കാരണവും. ലക്ഷ്യമല്ല സത്വഗുണം, ഉദ്ധവ മാർഗമാണ്. എന്നിലുള്ള എത്തലാണ് ലക്ഷ്യം. അപ്പോൾ ഉദ്ധവൻ അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ് ഭഗവാനെ, അപ്പം എനിക്കൊരു സംശയം. ഈ മനസ്സിൽ നിന്ന് ഗുണങ്ങളെ നീക്കണം എന്നാണല്ലോ. സത്വം നീക്കുക, രജോ ഗുണം നീക്കുക, തമോ ഗുണം ഒക്കെ ഇല്ലാണ്ട് നിർഗുണമാക്കി കൊണ്ടുവരികയാണ് വേണ്ടത്. രജോ ഗുണവും തമോ ഗുണം എന്തായാലും പാടില്ല. സത്വഗുണവും ചിലപ്പോൾ നമുക്ക് വല്ലാതെ അതിൽ ഭ്രമം വന്നാൽ വിഷമം വരും. അവിടെ നിർഗുണാവസ്ഥയിലേക്ക് എത്തണം. അത് സത്വം കൊണ്ട് നിർഗുണാവസ്ഥയിലേക്ക് എത്തുക. സത്വം തത്വം തത്വം എന്ന് പറഞ്ഞ് ഭ്രമിക്കേണ്ട. രജോ ഗുണം തമോ ഗുണം തീരെ വേണ്ടതാനും. അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ചുരുക്കത്തിൽ ഈ 3 ഗുണങ്ങളെയും മനസ്സിൽ നിന്ന് നീക്കിയാലേ ഈശ്വര പ്രകാശം മനസ്സിലുണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ ഉദ്ധവൻ ചോദിക്കണത് എന്താ വെച്ചാൽ, എങ്ങനെയാണ് ഈ ഗുണങ്ങളെ, സാത്വിക രാജസ താമസ ഭാവങ്ങൾ മനസ്സിൽ നിന്ന് തീരെ മാറ്റുക? ഇത് സാധ്യമാണോ ഭഗവാനെ? അതില്ലെങ്കിൽ ജീവിതം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ 3 സംഗതി ഇല്ലെങ്കിൽ ജീവിതം ഉണ്ടോ? കാരണം മനസ്സിൽ നിന്ന് ഗുണങ്ങളെ കളയുക എന്ന് പറഞ്ഞാൽ അത് സാധ്യമാണോ? മനസ്സുകൊണ്ട്, ഗുണങ്ങളെ കൊണ്ടാണ് മനസ്സുണ്ടാക്കിയിരിക്കണതെന്നാണ്. ചുരുക്കം പറയുക വെച്ചാൽ ഈ മനസ്സമാധാനം എന്ന് പറഞ്ഞിട്ടൊന്നില്ല അത്രേ. ഇതെന്താ ഇപ്പം നിങ്ങളീ പറയണ? മനസ്സമാധാനം എന്നൊന്നില്ല. അതെന്താ കാരണം? മനസ്സുണ്ടെങ്കിൽ സമാധാനമില്ല. അപ്പോൾ സമാധാനം എപ്പോഴാണ് ഉണ്ടാവുക? മനസ്സില്ലാണ്ടാവുമ്പോൾ സമാധാനം ഉണ്ടാവും. എന്താ ഉദാഹരണം? ഉറക്കത്തിൽ സുഖമുണ്ട്, ആ സുഖമായിട്ടോ, ഇത്രയും നേരം ഉറക്കം സുഖമായി. എന്താ കാരണം? മനസ്സില്ല. ഉണർന്നപ്പോൾ തുടങ്ങി ഈ ചായ വേണം, വേറൊന്നാണ്, അങ്ങനെയാണ്. അപ്പോൾ എവിടെയാണ് സുഖം? മനസ്സില്ലാത്തടത്ത് സുഖം ഉണ്ടാവും, മനസ്സ് ഉള്ളിടത്ത് സുഖം ഉണ്ടാവില്ല. അപ്പം എങ്ങനെയാണ് മനസ്സമാധാനം ഉണ്ടാവുക? അങ്ങനൊരു സംഗതി ഇല്ല എന്നാണ് പറയണത്. സമാധാനമുണ്ട്, മനസ്സും ഉണ്ട്, മനസ്സമാധാനം ഇല്ല. കറുപ്പും വെളുപ്പും കൂടി ഒരുമിച്ച് പോവുമോ? എനിക്കൊരു കറുത്ത വെളുത്ത പന്ത് വേണം, അതിക്കില്ല. ഒന്നെങ്കിലോ കറുത്ത പന്ത് അല്ലെങ്കിൽ വെളുത്ത പന്ത്, അല്ലെങ്കിൽ കറുപ്പും വെളുപ്പും മിക്സ് ചെയ്തിട്ടുണ്ടാവാം, അത് വേറെ വിഷയം. അതല്ല ഇവിടെ പറയണത്. ഒരു പൂർണ്ണ വെളുത്ത പന്തും പൂർണ്ണ കറുത്ത പന്തും കൂടി ഇക്ക് വേണമെന്ന് പറഞ്ഞാൽ അതായിരിക്കുമോ? ഒറ്റ ലേശം കറുപ്പുണ്ടാവില്ല, ഒറ്റ ലേശം വെളുപ്പുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇതേപോലെ ഗുണങ്ങൾ എവിടെയുണ്ടോ അവിടെ മനസ്സ് ഉണ്ട്, മനസ്സുള്ളടത്ത് ദുഃഖമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ദുഃഖം ഇല്ലാണ്ട്? മനസ്സില്ലാണ്ടാക്കണം.
ഗുണങ്ങളെ മനസ്സിൽ നിന്ന് കളയാൻ സാധ്യമല്ല. മനസ്സുണ്ട് വെച്ചാൽ ഗുണമുണ്ട്. മണ്ണുണ്ട്. ഒരു കുട ഉണ്ടാക്കിയിട്ട് മണ്ണ് മുഴുവനെ കളയണം കേട്ടോ. ഇതിൽ മണ്ണ് പറഞ്ഞ സാധനം വലിയ കുട ഉണ്ടാവും വേണം. നടക്കുമോ? മണ്ണുകൊണ്ടൊരു കുട ഉണ്ടാക്കിയിട്ട് അതിലത്തെ മണ്ണ് മുഴുവൻ കളയുകയെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമില്ല. കാരണം മണ്ണൊക്കെ ഇല്ലാണ്ട് അവിടെ കുടമില്ല. ഇതുപോലെ ഏതൊന്നുകൊണ്ടാണോ മനസ്സുണ്ടാക്കി അത് ഗുണങ്ങളാണ്, ഗുണങ്ങളെ കൊണ്ടാണ്. ആ ഗുണങ്ങൾ എങ്ങനെ മനസ്സിന് കളയും? ആ ഗുണങ്ങളെ കളഞ്ഞാലേ സുഖമുള്ളൂ, മനസ്സില്ലാണ്ടായാലേ സുഖമുള്ളൂ എന്നും പറഞ്ഞാൽ ഇത് എങ്ങനെ സാധിക്കും? അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ, മനസ്സില്ലാണ്ടേക്കുക. മനസ്സ് ഇല്ലാണ്ടേക്കുക. ഉറക്കത്തിൽ നമുക്ക് മനസ്സില്ല, ശസ്ത്രക്രിയയിൽ ബോധം കെടുത്തിയാൽ നമുക്ക് മനസ്സില്ല. അവിടെയാണ് വേദന അറിയാത്തത്. ഉദാഹരണങ്ങളുണ്ട്, ഇതില്ലാത്തതല്ല. ശസ്ത്രക്രിയയിൽ എന്തുകൊണ്ട് വേദന അനുഭവപ്പെടുന്നില്ല? മനസ്സുറങ്ങി, മനസ്സ് നിശ്ചലമായി. അപ്പം മനസ്സില്ലാത്ത അവസ്ഥയുണ്ട്. ആ ഉറക്കത്തിലെ അബോധാവസ്ഥയിൽ മനസ്സില്ല. അപ്പോൾ ബോധം കെടുക്കലും അനസ്തേഷ്യയും മോഹാത്സ്യപ്പെടലും അല്ലെങ്കിൽ ഇതിന് വേറെ മാർഗം എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. അതുതന്നെയാണ് ആത്മീയ മാർഗം. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസ്സാ. ഈശ്വരനെ ധ്യാനിക്കുക. ധ്യാനം നല്ലൊരു സാധനയായിട്ട് ശീലിക്കുക. ആരാപ്പം അത് ചെയ്യണം? എത്ര ആൾക്കാർ ചെയ്യേണ്ട ലോകത്തിൽ ആലോചിച്ചു? വളരെ കുറച്ച് പേരേ ഉള്ളൂ. പിന്നെ എങ്ങനെ മനസ്സില്ലാണ്ടാവുക? മനസ്സില്ലെങ്കിൽ എങ്ങനെ സുഖം ഉണ്ടാവുക? അപ്പോൾ അധികം ആൾക്കാർ അസ്വസ്ഥമാവാനുള്ള കാരണം ധ്യാനാദികൾ ശീലിക്കാത്തതുകൊണ്ടാണെന്ന് വരും. അത് സംശയമൊന്നുമില്ല. എല്ലാവർക്കും കുറച്ച് പുരാണം കേൾക്കുക വായിക്കുക ചെയ്താൽ ഗംഭീരമായി എന്നാണ് വിചാരം. അത് മാത്രം കൊണ്ടായില്ല, അത് നല്ലതാണ്. അത് എന്തിനാണ് കേൾക്കണം? ഇതൊക്കെ പഠിക്കാനാണ് കേൾക്കണതേ. ഇവിടെ കേൾക്കാൻ വേണ്ടി കേൾക്കില്ലല്ലോ. അത് വല്ല കാര്യമുണ്ടോ അങ്ങനെ കേട്ടിട്ട്? അതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേൾക്കണം. കേട്ടിട്ട് പഠിക്കണം, പഠിച്ച് ജീവിതത്തിൽ കൊണ്ടുവരണം. അപ്പോൾ മനസ്സിനെ ഇല്ലാണ്ടാക്കണം. ധ്യാനം ശീലിക്കണം. ഇനി അടുത്ത ധ്യാനമാണ് വിഷയം വരണം. ധ്യാനം പറയണ്ട ഭഗവാൻ, ധ്യാനം വേണം. ധ്യാനത്തിൽ കൂടെ അല്ലാണ്ട് എന്നിലെത്താൻ പറ്റില്ല. അപ്പോൾ മനസ്സിനെ നിശ്ചലമാക്കാനാണ് ധ്യാനാദി ആത്മീയ മാർഗങ്ങൾ. അങ്ങനെ മനസ്സിനെ ഇല്ലാണ്ടൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഏതൊന്നിനെ ചിന്തിക്കുന്നുവോ മനസ്സ് അതായിട്ട് മാറും. അങ്ങനൊരു ഗുണം ഉണ്ട്. എന്നെ ചിന്തിക്കുന്നവൻ മനസ്സ് എൻ്റെ രൂപത്തിലാക്കും. വിഷയങ്ങളെ ചിന്തിക്കണമെന്നോ വിഷയമായിട്ട് മാറും. അതുകൊണ്ട് സദാ കഴിയുന്നത്ര എന്നെ ചിന്തിക്കുക. ഈ പ്രപഞ്ചം തന്നെ ഇല്ലാത്തതാണ് എന്ന വസ്തുതയിലേക്ക് സത്യം തിരിച്ചറിയുക. ഈ ക്ഷേത വിഭ്രമമിതം മനസോ വിലാസം ദൃഷ്ടം വിനട്ടമതിലോലമലാതചക്രം. ഇപ്പോൾ ഒരു ചന്ദനത്തിരിയോ അല്ലെങ്കിൽ ഒരു തീക്കൊള്ളിയോ കൊളുത്തിയിട്ട് ഇങ്ങനെ വട്ടത്തിൽ ചുറ്റിയാൽ അവിടെ ഒരു വലയം നമുക്ക് കാണാം. കുട്ടികളൊക്കെ കളിക്കലുണ്ട് അല്ലേ? വലയം ഉണ്ടാക്കിയിട്ട്. പക്ഷേ ആ വലയം അവിടെ ഉണ്ടോ? ഉള്ളതൊരു ചന്ദനത്തിരിയോ തീക്കൊള്ളിയോ മാത്രമാണ് ഉള്ളത്. അത് വട്ടത്തിൽ അതിവേഗം ചുറ്റുമ്പോൾ എന്തായിട്ട് മാറുന്നു? വലയമായിട്ട് മാറി. ഇതുപോലെ പ്രപഞ്ചം 3 ലീഫുള്ള ഒരു ഫാൻ ഓഫാക്കി നിർത്തുമ്പോൾ 3 ലീഫാണ്. തിരിയുമ്പോഴോ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളൊരു ഡിസ്ക്കാണ് അതാവണത് അല്ലേ? അത് റൗണ്ടായിട്ട് നമുക്ക് കാണപ്പെടണം. 3 ലീഫായിട്ടല്ല തിരിയുമ്പോൾ കാണുന്നത്. അങ്ങനെ അതിവേഗം ചലിക്കുമ്പോൾ ഒരു വസ്തു മറ്റൊന്നായിട്ട് മാറിയ പോലെ തോന്നലുണ്ടാവുകയാണ്, പ്രതീതി. അതാവണില്ല. തന്മാത്രകളാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മ ഭാവങ്ങൾ. ആ തന്മാത്രകളുടെ ചലനം കൊണ്ടാണ് ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളും അതായിട്ട് നമുക്ക് തോന്നണത് എന്നാണ്. തന്മാത്രകൾ ചലിച്ചില്ലെങ്കിൽ രൂപം ആകൃതി എന്നൊന്നില്ല. വൃക്ഷമായിട്ട് തോന്നുകയാണെങ്കിലും ശരി, ബോളായിട്ട് തോന്നുകയാണെങ്കിലും ശരി, മനുഷ്യനായിട്ട് തോന്നുകയാണെങ്കിലും ശരി, സ്ത്രീയോ പുരുഷനോ പന്തോ കളിപ്പാട്ടോ എന്തോ ആയിക്കോട്ടെ, നിലവിളക്കോ, ഏത് വസ്തുവും ആ ആകൃതിയായി നമുക്ക് തോന്നുന്നത് തന്മാത്രകളുടെ ചലനം കൊണ്ടാണ്. ഈ സത്യം ധ്യാനത്തിൽ കൂടെ നമുക്ക് ക്രമേണ മനസ്സിലാവുള്ളൂ. അത് മനസ്സിലായാലോ ശരീരം അതിൻ്റെ പാട്ടിൽ നശിച്ചോട്ടെ, സമയമായാൽ നശിക്കും. ആ നാശത്തിലൊരു സങ്കടമാവട്ടെ, നിലനിൽക്കുമ്പോൾ ഒരു സന്തോഷമാവട്ടെ, ഒന്നും പിന്നെ അവനില്ല. എന്ത് വന്നാലും ഒരു പ്രശ്നമില്ലാത്തൊരവസ്ഥ. വിധിച്ചീടുന്ന കർമ്മമൊടുങ്ങുമ്പോൾ പതിച്ചീടുന്നു ദേഹം ഒരിടത്ത്. നശിക്കാതിരിക്കുക. എന്താ അച്ഛാ ചെയ്തോട്ടെ. ഒരു കാര്യം ഉറപ്പാണ്, ഇനി ഇവിടെ വരണ്ട, ഇനി ഞാൻ ഇവിടെ വരില്ലയോ, അവിടെ ഉറപ്പിച്ചാൽ മതി, അത് സാധിക്കുന്നതാണ്. കടുത്ത ആഗ്രഹം മനസ്സിൽ വന്നാൽ അത് നടക്കത്രേ. ന്യായം കൂടി ആവണം. അധർമ്മമായിട്ടുള്ള ആഗ്രഹമല്ല പറയണം. സീതയെ തന്തേക്ക് രാവണം അങ്ങനത്തെ ആഗ്രഹമല്ല.
മുക്തി കിട്ടണം, നല്ല ഒരു ആഗ്രഹമാണ്, അതിലൊരു തെറ്റുമില്ല. അത് കടുത്തതായിട്ട് ആഗ്രഹിച്ചാൽ നമുക്ക് പ്രപഞ്ചത്തോട് വിരക്തി ഉണ്ടാവും. അവർക്ക് പിന്നെ മുക്തി കയ്യിൽ തന്നെയാണ്. അപ്പോൾ ഈ ശരീരം കൊണ്ട് ഇനി ഞാൻ ഇവിടെ വരില്ല, മതിയായിട്ടുണ്ട്, വരാത്ത അവസ്ഥയിലേക്ക് വരും എന്ന ലക്ഷ്യബോധം ധ്യാനം കൊണ്ട് ക്രമേണ നമുക്ക് എത്തിച്ചേരാം. മനസ്സിൻ്റെ നിശ്ചലത, മനസ്സ് തന്നെ ഇല്ലായ്മ ടു എലിമിനേറ്റ് ദി മൈൻഡ് എന്ന പ്രതിഭാസം ഇല്ലാതാക്കലാണ് അഥവാ സുഖത്തിൻ്റെ മാർഗം. അതുള്ളിടത്തോളം അതാണ് മനസ്സമാധാനം എന്നൊന്നില്ല, രണ്ടും കൂടി ഒരുമിച്ച് പോവില്ല. മനസ്സിനെ ഇല്ലായ്മ ചെയ്യുക, അപ്പോൾ സാത്വിക അത് നിർഗുണമായിട്ട് മാറിക്കോളും. മനസ്സില്ലാത്ത അവസ്ഥയാണ് ശരിക്കും നിർഗുണം. ചിത്തം ഉണ്ടാവാം, പക്ഷേ മനസ്സ് പാടില്ല. ചിത്തം ഇളകാത്ത അവസ്ഥയാണ്, മനസ്സോ ഇളകിയ അവസ്ഥയാണ്. രണ്ടുകൂടെ വ്യത്യാസമുണ്ട്. ചിത്തം എന്ന് പറഞ്ഞാൽ ഇളകാത്ത അവസ്ഥ, അതിൽ നിർഗുണാവസ്ഥയിൽ നിൽക്കാം. മനസ്സിന് ഒരിക്കലും നിർഗുണാവസ്ഥയിൽ നിൽക്കാൻ പറ്റില്ല. അപ്പം ചിത്തത്തിൽ നിൽക്കുക, മനസ്സ് ഇല്ലാണ്ടാക്കുക. ഇതാണ് സുഖാസ്പദം, സുഖത്തിനുള്ള വഴി. ഇപ്പം ചോദിച്ചു ഭഗവാനെ, ആ ധ്യാനം എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ വേണ്ടില്ല. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഉദ്ധവ, ഭക്തിയെക്കുറിച്ചിട്ട് ഒന്നും കൂടി ഞാൻ പറഞ്ഞിട്ടാവാം ധ്യാനം. ഭക്തിയെക്കുറിച്ച് എനിക്ക് പറഞ്ഞിട്ടും മതിയായിട്ടില്ല, ഞാനത് ഒന്നും കൂടി പറഞ്ഞിട്ട് അങ്ങേക്ക് ധ്യാനം പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടി ഭക്തിയുടെ ലക്ഷണം കാണിക്കുകയാണ്. ഇന്ദ്രപദവിയോ പാതാളത്തിൻ്റെ ആധിപത്യമോ രസാതലത്തിൻ്റെ ആധിപത്യമോ യോഗസിദ്ധിയോ മോക്ഷമോ ഭക്തന് വേണ്ട, ഒന്നും വേണ്ട. ഭക്തനൊന്നും ആവശ്യമില്ല. എന്താ വേണ്ട വെച്ചാൽ യാതൊന്നും വേണ്ട. അതാണ് യഥാർത്ഥ ഭക്തൻ്റെ ലക്ഷണം. ആ ഗോപികളുടെ അവസ്ഥ അങ്ങ് കണ്ടതല്ലേ, ഞാൻ എന്തിനാണ് അങ്ങയോട് പറയണത്? അവർക്ക് എന്തെങ്കിലും ഈ ലോകത്തിൽ വേണം തോന്നിയിട്ടുണ്ടോ എന്നെ കൂടാതെ? യാതൊന്നും വേണ്ടാണ്ട് എന്നിൽ ലയിച്ച ആ ഒരു അവസ്ഥ, അതുതന്നെയാണ് ഭക്തി. വാഗ്ഗദാദ്രവതേ യസ്യ ചിത്തം, വാക്കുകൾക്ക് ആർദ്രത ഇടറിച്ച വരിക കൃഷ്ണനെ ഭഗവാനെക്കുറിച്ച് കേൾക്കുമ്പോൾ. രണ്ടും കണ്ണടച്ച് ഭഗവാനെ ചിന്തിച്ച് അങ്ങനെ ഇരിക്കാനായിട്ട് സാധിക്കുക. അങ്ങനെയാവുമ്പോൾ യഥാത്മാ പരിമൃച്യതേസോ മത്പുണ്യഗാഥാ ശ്രവണാഭിധാനി, ഈശ്വര കഥകൾ കേൾക്കണം എന്നിങ്ങനെ തോന്നുക, വീണ്ടും വീണ്ടും കേട്ടിരിക്കാറാവുക എന്ന് വെച്ചാൽ തന്നെ ഒരു പടി ഉയർന്നു. കാരണം അങ്ങനെയൊന്നും അതിലേക്ക് എത്തില്ല എന്നാണ്. ഇത്ര വേഗമൊന്നും അതിലേക്ക് ഒരാൾ എത്തില്ല. എത്തിയാൽ അയാളുടെ പുരോഗതി ഉറച്ചു. വേഗം തോന്നുമോ? വേഗം തോന്നില്ല. മത്പുണ്യഗാഥ ശ്രവണാഭിധാനൈ തഥാ തഥാ പശ്യതി വസ്തുസൂക്ഷ്മം ചട്ടുർ ഏതേവാഞ്ജനതം പ്രയുക്തം. അഞ്ജനം കണ്ണിൽ എഴുതുമ്പോൾ, അഞ്ജനാണ് പണ്ട് എഴുതുന്നത്തെ പോലെ വാങ്ങണ മഷിയൊന്നുമല്ല, കണ്ണിന് കാഴ്ച കൂടുതൽ ഉണ്ടാവും. അത്രേ കണ്ണിന് കാഴ്ച കിട്ടാനാണ് കണ്ണെഴുതണത്. നമ്മുടെ വിചാരം സൗന്ദര്യം ഉണ്ടാവാൻ മാത്രമാണെന്നല്ലേ? അങ്ങനെയല്ല, പണ്ട് അങ്ങനെയല്ല. കണ്ണ് എഴുതുമ്പോൾ അഞ്ജനം അത് വേണം എന്നാണ്. പുരുഷന്മാർക്കും ആവാം. ഈ പുരുഷന്മാർ കണ്ണെഴുത്, ഇപ്പോൾ നമ്മൾ പരിഹസിക്കുമ്പോൾ തെറ്റൊന്നുമില്ല. കണ്ണെഴുതി അത് ഭംഗി ഉണ്ടാവാനല്ല, സ്ത്രീകൾക്ക് മാത്രം പറഞ്ഞ കാര്യമല്ല. വാലിട്ട് കണ്ണെഴുതി എന്നൊക്കെ പറഞ്ഞാൽ തെറ്റില്ല, വാലിടാണ്ട് എഴുതിയാൽ മതി. പുരുഷന്മാർ വാലിടില്ല എന്നുള്ളൂ, പക്ഷേ കണ്ണിൽ എഴുതുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. അത് അലങ്കാരമല്ല, സ്ത്രീ സംബന്ധമായിട്ടുള്ള അലങ്കാരമല്ല, അത് അഞ്ജനം. കണ്ണിലെഴുതുക, ഇളനീരിക്കുമ്പോൾ പുരുഷന്മാർക്ക് എഴുതിക്കൂടെ? അതുപോലെ ഒന്നാണ് അഞ്ജനം. തഥാ തഥാ പശ്യതി വസ്തു സൂക്ഷ്മം ചട്ടുർ യഥേവ അഞ്ജന സംപ്രയുക്തം. അഞ്ജനം എഴുതിയാൽ കാഴ്ചശക്തി കൂടുന്നത് പോലെ. പണ്ട് ഈ ഷോർട്ട് സൈറ്റും ലോങ് സൈറ്റും കാഴ്ചക്കുറവൊന്നും അധികം ഇല്ലാത്തത് എന്തുകൊണ്ട് അറിയും? ഈ മാതിരി സംഗതികളൊക്കെ അഞ്ജനം എഴുതുകയൊക്കെ ചെയ്തിരുന്നു. പുരുഷന്മാരും എഴുതും, വാലിടാണ്ട് എഴുതും. അത് നല്ലതാണ്. പണ്ട് ഈ കണ്ണെഴുത്തുള്ള ചില സമുദായക്കാരുണ്ട് ഞങ്ങളുടെ ഇടയിൽ. ഈ വാര്യന്മാർ, കണ്ണെഴുത്ത് ഉള്ളവർ കൂട്ടുണ്ട്. കണ്ണെഴുത്ത് പാരസ്യന്മാർ ലേശം ഗ്രേഡ് കൂടുതലാണെന്നാണ് വെച്ചിരിക്കണം. എങ്ങനെ ഉണ്ടായിരിക്കണമെന്ന് വെച്ചാൽ, ഈ കണ്ണെഴുത്ത് എന്ന് പറഞ്ഞാൽ അത് ആരോഗ്യ രീതിയാണ്, അല്ലാണ്ട് ജാതീയതയൊന്നുമല്ല, യാഥാസ്ഥിതികത്വമല്ല. കണ്ണിൽ അഞ്ജന ആർക്കും എഴുതാം, ഓട്ടെ, അത് വേറെ വിഷയം. അത് എഴുതിയുമ്പോൾ എപ്രകാരം കാഴ്ചശക്തി വർദ്ധിക്കുന്നു, ചക്ഷുർ യഥേവ അഞ്ജന സംപ്രയുക്തം, അഞ്ജനം കൊണ്ട് കാഴ്ചശക്തി കൂടുന്നത് പോലെ ഭക്തിയാകുന്ന അഞ്ജനം മനസ്സാകുന്ന കണ്ണിൽ എഴുതിയാൽ ഉദ്ധവ എന്നോടുള്ള താല്പര്യം അവന് കൂടും, പ്രപഞ്ചത്തോടുള്ള താല്പര്യം അവന് കുറയും. ഇത് രണ്ടും ഒപ്പം നടന്നോളും. ഭക്തിയാണ് വേണ്ട. ഇനി ധ്യാനം പറഞ്ഞു തരാം എന്നും പറഞ്ഞ് ധ്യാന വിഷയത്തിലേക്ക് കടക്കുകയാണ്. അടുത്തതായിട്ട് കായേനവാച മനസേന്ദ്രിയർവാപ്ത്യാത്മനാവാ പ്രകൃതി സ്വഭാവാൻ
കരോതി യദ്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.